എൻ്റെ കാവൽ മാലാഖയെ ഞാൻ കണ്ടു. തന്നെ അനുഗമിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. ഒരു നിമിഷ നേരം കൊണ്ട് തീ നിറഞ്ഞതും പുക കൊണ്ട് മൂടിയതുമായ ഒരു സ്ഥലത്ത് ഞാൻ എത്തി. അവിടെ പീഡ അനുഭവിക്കുന്ന അനേകം ആത്മാക്കളെ ഞാൻ കണ്ടു. അവർ വളരെ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അതവർക്ക് യാതൊരു പ്രയോജനവും ചെയ്തിരുന്നില്ല. നമുക്ക് മാത്രമേ അവരെ സഹായിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. അവരുടെ ചുറ്റിലും എരിഞ്ഞുകൊണ്ടിരുന്ന ജ്വാലകൾ എന്നെ ഒട്ടും തന്നെ സ്പർശിച്ചില്ല. ഒരു നിമിഷത്തേക്ക് പോലും എൻ്റെ കാവൽ മാലാഖ എന്നെ വിട്ടു പിരിഞ്ഞില്ല. എന്താണ് അവരുടെ ഏറ്റവും വലിയ പീഡയെന്ന് ഞാൻ അവരോട് ചോദിച്ചു. ദൈവത്തിനായുള്ള ദാഹമാണ് അവരുടെ ഏറ്റവും വലിയ പീഡയെന്ന് അവർ ഏകസ്വരത്തിൽ എനിക്ക് മറുപടി നൽകി. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ മാതാവ് സന്ദർശിക്കുന്നത് ഞാൻ കണ്ടു. സമുദ്രതാരം എന്നാണ് മാതാവിനെ ആത്മാക്കൾ വിളിച്ചിരുന്നത്. അമ്മ അവർക്ക് സമാശ്വാസം നൽകുന്നു. അവരോട് കുറച്ച് സമയം കൂടി സംസാരിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. എന്നാൽ എൻ്റെ കാവൽ മാലാഖ അവിടെ നിന്ന് പോകാൻ സമയമായി എന്ന അടയാളം കാണിച്ചു. പീഡനത്തിൻ്റെ ആ പാറാവിൽ നിന്ന് ഞങ്ങൾ പുറത്തു കടന്നു. ഞാൻ അന്തരാത്മാവിൽ ഒരു സ്വരം കേട്ടു. അതിങ്ങനെ പറഞ്ഞു: എൻ്റെ കരുണ ഇത് ആഗ്രഹിക്കുന്നില്ല, എന്നാൽ എൻ്റെ നീതി ഇത് ആവശ്യപ്പെടുന്നു. ആ ദിവസം മുതൽ പീഡ അനുഭവിക്കുന്ന ആത്മാക്കളുമായി ഞാൻ ഉറ്റബന്ധം പുലർത്തിയിരുന്നു.